ഹായ് നമസ്കാരം. നമ്മളിന്നുള്ളത് ചങ്ങനാശ്ശേരിയിലാണ് കേട്ടോ. ചങ്ങനാശ്ശേരിയിലെ ഒരു വീട്ടിലെ വയറിംഗ് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ്. ടിവിയിലൊക്കെ വെള്ളം ഇറങ്ങുന്നുണ്ട്. പിന്നെ വയറിങ്ങിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ വയറിംഗ് ഒക്കെ ഒന്ന് പരിശോധിച്ചിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അവരോടൊന്ന് പറഞ്ഞു കൊടുക്കണം. പിന്നെ RCCB ഒക്കെ വർക്കിംഗ് എല്ലാം തോന്നും. അതൊക്കെ ഒന്ന് നേരെ ചൊവ്വേ എടുക്കണം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആ വയറിങ്ങിനെ ഒരു നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള എന്തൊക്കെ പരിശോധനകൾ നടത്തണോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് ആ നേരെ വീട്ടിലേക്ക് പോകാം. ആദ്യം നമുക്ക് എർത്തിങ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടുത്തെ എർത്തിങ്ങിന്റെ ഒരു അവസ്ഥ എന്താണെന്ന് നോക്കണം. ആദ്യം നമുക്ക് മെയിൻ സ്വിച്ചിന്റെ ഭാഗത്തോട്ട് വരുമ്പോൾ കുഴപ്പമില്ല. മീറ്ററും കട്ടൗട്ട് ഫ്യൂസ് ഐസൊലേറ്റർ ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം കറക്റ്റാണ്. ഇവിടെ വന്നിട്ട് എർത്ത് കോപ്പർ മാത്രം ഇങ്ങനെ പുറത്ത് കിടക്കുന്നുണ്ട്. അതൊരു അപകടം പിടിച്ചൊരു കാര്യം കൂടെ. മഴ പെയ്ത് വെള്ളമൊക്കെ വീണ് വരുമ്പോൾ ഏതെങ്കിലും ഒരു ഫോൾട്ട് സംഭവിച്ചാൽ അതൊരു അപകടം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് നമുക്ക് അവരോട് പറഞ്ഞിട്ട് ഈ എർത്ത് കോപ്പറിനെയൊക്കെ മണ്ണിനടിയിലാക്കണം. ഇത്രയും ഭാഗത്ത് പൈപ്പ് അടിച്ചിട്ട് കൺസീൽ ചെയ്യാൻ കൂടെ അവരോട് പറയണം. എർത്തൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യത്തെ സ്പൈക്ക് ഒരു 5 മീറ്ററിലും രണ്ടാമത്തെ സ്പൈക്ക് ഒരു 10 മീറ്ററിൽ നമുക്ക് സാധിക്കും. നേരത്തെ നമ്മൾ ടേപ്പ് വെച്ച് അളന്ന് റെഡിയാക്കി ഇട്ടേക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അളക്കാതെ തന്നെ സ്പൈക്ക് നമ്മളവിടെ കൊണ്ടുവയ്ക്കുന്നത്. ആദ്യം നമ്മൾ 5 മീറ്റർ അകലെയുള്ള സ്പൈക്കിൽ നിന്നും കേബിൾ കൊണ്ടുവന്ന് എർത്ത് ടെസ്റ്റിൽ കണക്ട് ചെയ്തു. അതിനുശേഷം 10 മീറ്ററിലെ കേബിൾ നമ്മളിവിടെ ഇട്ടിരിക്കുകയാണ്. അതിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് 10 മീറ്റർ അകലെയുള്ള സ്പൈക്കിൽ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തിട്ട് അതിനെ നേരെ കൊണ്ടുവന്ന് എർത്ത് ടെസ്റ്റിൽ നമ്മൾ കണക്ട് ചെയ്യും. എർത്ത് ടെസ്റ്റിൽ നിന്നും എർത്ത് ഇലക്ട്രോഡിലേക്കുള്ള കണക്ഷനാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതിലെ എർത്ത് ഇലക്ട്രോഡിൽ നിന്ന് നമ്മുടെ സിസ്റ്റത്തിലേക്ക് പോകുന്ന എർത്ത് കോപ്പർ അത് അവിടെ ഓപ്പണായിട്ട് കിടക്കുകയാണ്. നമ്മളത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് നമ്മൾ കേട്ടോ. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ആ കോപ്പറിൽ കണക്ട് ചെയ്തു. എർത്ത് ടെസ്റ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 5 മീറ്ററിൽ നിന്ന് വന്നിരിക്കുന്ന സ്പൈക്കിൽ നിന്ന് വന്നിരിക്കുന്ന കേബിൾ കണക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ 10 മീറ്റർ അകലെ നിന്ന് വന്നിരിക്കുന്ന കേബിളൂടെ നമ്മളത് കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ റീഡിംഗ് എടുക്കും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ആക്ച്വൽ ആയിട്ടുള്ള ഒരു എർത്ത് റെസിസ്റ്റൻസ് എത്രയുണ്ട്, അതായത് ഇപ്പോൾ നിലവിലുള്ള എർത്തിൻ്റെ റെസിസ്റ്റൻസ് എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. നമുക്കതൊന്ന് കറക്കി നോക്കുമ്പോൾ കറക്റ്റായിട്ടുള്ളൊരു റീഡിങ് കിട്ടും. എർത്ത് പിറ്റിൽ നിന്ന്, അതായത് എർത്തിൻ്റെ കോപ്പറുണ്ട്, കോപ്പറിൽ നിന്ന് നമ്മൾ കണക്ഷൻ നേരെ എർത്ത് ടെസ്റ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ പ്രോബിൽ നിന്നുള്ള കണക്ഷനും നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ റീഡിംഗ് ഒന്ന് നോക്കണം. റീഡിംഗ് നോക്കാനായിട്ട് നമ്മൾ നിപ്പൺ എന്ന മോഡലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എർത്ത് ടെസ്റ്റ്. അതിൻ്റെ ഹാൻഡിൽ നമ്മളൊരു 160 RPM മുതൽ സ്പീഡിൽ, അതുകൊണ്ട് കൈ കൊണ്ട് കറക്കാൻ പറ്റുന്ന മാക്സിമം സ്പീഡിൽ നമ്മളിങ്ങനെ കറക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റീഡിംഗ് നമുക്ക് കാണിക്കും. ഇവിടെ നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് ഒരു 15 Ohm ഒക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ വളരെ മോശമായിട്ടുള്ളൊരു എർത്തിങ് ആയിട്ട് നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ. അത്ര നല്ല കണ്ടീഷൻ അല്ല എന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് വീട്ടുകാരോട് പറഞ്ഞിട്ട് പുതിയൊരു എർത്തിങ് നമുക്കിവിടെ ഒന്ന് ചെയ്യിക്കേണ്ടി വരും. അതിനുശേഷം നമ്മൾ വീടിനുള്ളിലേക്ക് വന്നു DB തുറന്ന് നോക്കി. DBക്ക് നല്ല തുരുമ്പുണ്ടായിരുന്നു കേട്ടോ. സ്ക്രൂ ഒക്കെ നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്നത്. തുറന്ന് നോക്കിയിട്ട് നമ്മൾ മെഗർ ടെസ്റ്റ് നോക്കിയപ്പോൾ മെഗർ വാല്യൂ തീരെ കുറവായിട്ടാണ് കാണിക്കുന്നത്. നമുക്കൊരു അതിനകത്ത് RCCB കണക്ട് ചെയ്താലൊന്നും നിൽക്കാത്ത ഒരവസ്ഥയിലാണ്. വെള്ളം ഇറങ്ങിയതാണ്. മുകളിലത്തെ ബാത്റൂമിൽ നിന്നും വെള്ളം ഇറങ്ങി വന്നിട്ട് പൈപ്പ് വഴിയോ അങ്ങനെ ഇറങ്ങി വന്നു. എന്നിട്ട് അത് മൊത്തം തുരുമ്പെടുത്ത് നശിച്ചിരുന്നതാണ് കേട്ടോ. RCCB ഒന്നും നമുക്കിവിടെ കണക്ട് ചെയ്തിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ തന്നെ ഒരു വല്ലാതിരിക്കുകയാണ്. MCB ഒന്നും കറക്റ്റ് ഓൺ ആവുന്നില്ല. അതിൻ്റെ ലിവർ നമുക്ക് മുകളിലോട്ടോ താഴോട്ടോ ഒന്നും അനക്കാൻ പറ്റാത്തൊരവസ്ഥ. എല്ലാം കൊണ്ടും ആകെ ബോറായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇതിനെ നമുക്ക് ഈ വയറിംഗ് എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് RCCB ഒക്കെ കണക്ട് ചെയ്ത് പുതിയൊരു കണ്ടീഷനിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കണം. അതാണിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഈ DBക്കകത്തുള്ള MCB ഒക്കെ കണ്ടോ, മൊത്തം അങ്ങ് വെള്ളം കയറിയിട്ട് നശിച്ച് നമുക്ക് അതിൻ്റെ കണക്ടർ പോലും ഒന്ന് അഴിക്കാൻ, അതിൻ്റെ സ്ക്രൂ പോലും ഒന്ന് അഴിക്കാൻ പറ്റാത്ത പരുവത്തിന് സെറ്റായിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ആ MCB സെറ്റുകൾ മൊത്തം മാറുകയാണ്. മൊത്തം മാറിയിട്ട് പുതിയൊരു RCCB കണക്ട് ചെയ്ത് നമ്മളിതിൻ്റെ മെഗർ വാല്യൂ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ചാർജ് ചെയ്യാനാണ് നമ്മുടെ ഒരു പ്ലാൻ. അപ്പോൾ മുന്നോട്ട് തന്നെ പോവാം. നമ്മുടെ സുബിനെ ഇതിലെ MCB മൊത്തം പറക്കി തൂക്കി ഇങ്ങനെ ഇട്ടേക്കുന്നത് കണ്ടോ. അത് പുള്ളിക്ക് അതിലെ ഒരു സ്ക്രൂ പോലും അഴിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ തൂക്കി ഇട്ടിട്ട് ഓരോ MCB ആയിട്ട് കട്ട് ചെയ്ത് കണക്ട് ചെയ്തുകൊണ്ട് വരികയാണ് കേട്ടോ. പുള്ളി ആകെ പെട്ടിരിക്കുക. കുറച്ച് നേരമായി ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ പണിഞ്ഞുകൊണ്ടിരിക്കുക. എന്തായാലും പുള്ളിക്ക് ഇന്ന് ചെയ്യാൻ നല്ല ജോലികളുണ്ട്. ഈ DB ഒന്ന് സെറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ നന്നായിട്ട് തളരും. നമ്മൾ ജോലിയൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി ഇലക്ട്രീഷ്യനും കൂടെ വന്നു കേട്ടോ. വന്ന് നമ്മൾ അഴിച്ചു വയ്ക്കുന്ന MCB ഒക്കെ പറക്കിക്കൊണ്ട് വെച്ച് പുള്ളി അങ്ങ് പണികൾ തുടങ്ങി. നല്ല രസമാണ് കേട്ടോ. നമ്മുടെ കൂടെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിന്ന് ഓരോന്ന് പറക്കിക്കൊണ്ട് വെച്ചൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ. വർക്കിനിടയിൽ അല്പം ദാഹം മാറ്റുമ്പോഴാണ് നമ്മുടെ ക്യാമറമാൻ ഇലക്ട്രീഷ്യനൊക്കെ ആയ സുബിന് അവൻ്റെ ക്യാമറയിലെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ വയറിംഗ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം RCCB MCB എല്ലാം നമ്മൾ കുറേയൊക്കെ മാറിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മെഗർ വാല്യൂ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കണം. ഈ വയറിങ്ങിൻ്റെ പണികൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ മെഗർ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കണം. ഇപ്പോൾ നമ്മൾ ന്യൂട്രൽ ടു എർത്താണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 18.5 മെഗാ ഓം ആണ്. 18.5 മെഗാ ഓം ഇത്രയും നല്ലൊരു വാല്യൂ ഒരു വയറെങ്കിലും
എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്ക് സാധാരണ കിട്ടുന്നത് എല്ലാ ലോഡും കണക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് കിട്ടുന്നത് ഏകദേശം ഒരു 2 മെഗാ ഓം 3 മെഗാ ഓം ഒക്കെയാണ് കിട്ടാറുള്ളത്. ഇതിപ്പോൾ 18 മെഗാ ഓം കിട്ടുക, അത് വളരെ നല്ലൊരു വയറിംഗ് ആയിട്ടാണ് കാണുന്നത്. അതുപോലെ നമുക്ക് എർത്ത് ടു ഫേസ് നോക്കുമ്പോഴും അതുപോലെ തന്നെ 18, 19, 20, 25 മെഗാ ഓം അങ്ങനെ പല റീഡിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ വയറിങ്ങിന്റെ കാര്യത്തിൽ നല്ലൊരു കണ്ടീഷൻ തന്നെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ RCCB കണക്ട് ചെയ്തിട്ട് ലോഡ് അധികം ഒന്നും കൊടുക്കാതെ, നമുക്ക് എല്ലാ ലോഡും ഒഴിവാക്കാൻ പറ്റില്ല, വളരെ കുറച്ച് ലോഡിൽ നമ്മൾ RCCBയുടെ പെർഫോമൻസ് ഒന്ന് നോക്കുക. RCCB ലീക്കേജ് കറണ്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, എത്ര മില്ലി ആമ്പിയറിലാണ് ട്രിപ്പ് ആവുന്നത്. നമുക്ക് ആദ്യം ഇപ്പോൾ നിലവിലുള്ള കറണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനകത്തിപ്പോൾ നമുക്കൊരു 100 മില്ലി ആമ്പിയറിന് താഴെയുള്ളൊരു കറണ്ടേ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഫ്രിഡ്ജ്, 1-2 ലൈറ്റുകൾ മാത്രം. എല്ലാം നമ്മൾ ഓഫ് ചെയ്യാൻ നിൽക്കുന്നില്ല. ഇനി നമ്മൾ കേജ് കറണ്ട് കൊടുത്തിട്ട് RCCB എത്ര മില്ലി ആമ്പിയറിൽ ട്രിപ്പ് ആവുമെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഒരു 10 മില്ലി ആമ്പിയർ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് വളരെ കുറച്ച് ലോഡ് മാത്രമേ നമ്മൾ ഓൺ ചെയ്തിട്ടുള്ളൂ. 10 മില്ലി ആമ്പിയർ കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ട്രിപ്പ് ആവുന്നില്ല. 15 മില്ലി ആമ്പിയറിൽ ട്രിപ്പ് സംഭവിക്കുന്നില്ല. 20 മില്ലി ആമ്പിയർ ട്രിപ്പിംഗ് ഇല്ല. 25 മില്ലി ആമ്പിയർ ട്രിപ്പിംഗ് ഇല്ല. 30 മില്ലി ആമ്പിയറിൽ RCCB ട്രിപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ RCCB നല്ല കറക്റ്റ് വർക്കിംഗ്, കറക്റ്റ് റേറ്റിംഗിലാണ് ട്രിപ്പിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ അധികം ലോഡില്ല, 100 മില്ലി ആമ്പിയർ മാത്രമേ ലോഡ് കണക്ട് ആയിട്ടുള്ളൂ. അതായത് 1-2 ലൈറ്റ് മാത്രമേ കത്തിയിട്ടുള്ളൂ. ഇനി നമുക്ക് ഫുൾ ലോഡ്, ഈ വീട്ടിലെ എല്ലാ ലോഡുകളും വർക്ക് ചെയ്ത് എത്ര ആമ്പിയർ കറണ്ട് എടുക്കുന്നതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് എത്ര മില്ലി ആമ്പിയറിൽ കൂടെ ലീക്കേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് RCCB ട്രിപ്പ് ആവുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വയറിങ്ങിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഫുൾ ലോഡ് കണക്ട് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഫുൾ ലോഡ് ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ലീക്കേജ് കറണ്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എത്ര മില്ലി ആമ്പിയറിൽ നമുക്കത് ട്രിപ്പിംഗ് സംഭവിക്കുന്നുണ്ടെന്ന് നോക്കാം. 30 മില്ലി ആമ്പിയറിലാണ് നമ്മുടെ RCCB ട്രിപ്പ് ആവേണ്ടത്. അപ്പോൾ വയറിങ്ങിന് എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ, ഫുൾ ലോഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീട്ടിലെ മോട്ടർ, ഫാനുകൾ, ഹീറ്റർ എല്ലാം വർക്ക് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ലീക്കേജ് സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. നമുക്ക് ഈ റൂമിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. എല്ലാം ഓൺ ആയില്ലേ? എല്ലാം ഹീറ്റർ, 2 ഹീറ്ററിൽ 2 ഓൺ ചെയ്തോ? AC ഓൺ ആവണോ? AC ഓൺ ആവണം. അപ്പോൾ ഫുള്ള് ലോഡ് കണക്ട് ചെയ്തപ്പോൾ നമുക്ക് AC, ഹീറ്റർ എല്ലാം ഓൺ ചെയ്തപ്പോൾ 31 ആമ്പിയർ ആണ് നമുക്ക് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 31 ആമ്പിയർ കറണ്ട് എടുക്കുന്ന സമയത്ത് എത്ര മില്ലി ആമ്പിയർ ലീക്കേജ് സംഭവിക്കുന്നുണ്ടെന്നവിടെ നമുക്ക് നോക്കണം. ഫുൾ വർക്കിംഗ് ആണ്. നമ്മൾ എല്ലാ സമയത്തും ഇതെല്ലാം ഒന്നും ഉപയോഗിക്കില്ല എങ്കിലും ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പവർ പ്ലഗിൽ ഒരു ലീക്കേജ് കറണ്ട് അപ്ലൈ ചെയ്ത് നോക്കാം. ട്രിപ്പിംഗ് ഒന്ന് നോക്കാം. RCCBയുടെ പെർഫോമൻസ് നമുക്ക് നോക്കാം. നമുക്ക് ഓരോ ചെറിയ കറണ്ട് നമുക്കൊന്ന് ലീക്കേജ് ചെയ്യിച്ച് നോക്കാം. ആദ്യം നമുക്കൊരു 10 മില്ലി ആമ്പിയർ ഒന്ന് കൊടുത്ത് നോക്കാം. 10 മില്ലി ആമ്പിയറിൽ നമുക്ക് ട്രിപ്പിംഗ് സംഭവിക്കുന്നില്ല. 15 മില്ലി ആമ്പിയർ, 15 മില്ലി ആമ്പിയറിലും ട്രിപ്പിംഗ് സംഭവിക്കുന്നില്ല. ഇനി അടുത്ത് 20 മില്ലി ആമ്പിയർ, 20 മില്ലി ആമ്പിയറിലും RCCB ട്രിപ്പിംഗ് സംഭവിച്ചിട്ടില്ല. ഇനി 25 മില്ലി ആമ്പിയർ, 25 മില്ലി ആമ്പിയറിലും RCCB ട്രിപ്പിംഗ് സംഭവിക്കുന്നില്ല. 30 മില്ലി ആമ്പിയർ, കറക്റ്റ് 30 മില്ലി ആമ്പിയറിലാണ് RCCB ട്രിപ്പിംഗ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഞാൻ ചെയ്തിരിക്കുന്ന വർക്കുകളിൽ, ഞാൻ കംപ്ലൈന്റ് അറ്റൻഡ് ചെയ്തിരിക്കുന്ന വർക്കുകളിൽ ഏറ്റവും നല്ല മെഗർ വാല്യൂ കിട്ടിയിരിക്കുന്ന ഒരു വയറിംഗ് ഇത് തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ 30 മില്ലി ആമ്പിയറിൽ തന്നെ RCCB ട്രിപ്പിംഗ് ആയത്. അതായത് 30 മില്ലി ആമ്പിയർ ലീക്കേജ് കൊടുത്തപ്പോൾ മാത്രമേ ഇത് ട്രിപ്പ് ആയുള്ളൂ. അതിനർത്ഥം ലീക്കേജ് വളരെ കുറവാണ്. ഇത്രയും 31 ആമ്പിയർ ലോഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നമുക്ക് 30 മില്ലി ആമ്പിയർ തന്നെയാണ് RCCB ട്രിപ്പ് ആയത്. അതായത് ലീക്കേജ് കറണ്ട് വളരെ കുറവെന്ന് നമുക്ക് പറയാം. അങ്ങനെ വയറിങ്ങിന്റെ കംപ്ലൈന്റ് എല്ലാം പരിഹരിച്ച് നമ്മൾ തിരിച്ച് ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. സുബിൻ നമ്മുടെ ടൂൾസ് എല്ലാം, നമ്മുടെ മീറ്ററുകളെല്ലാം പറക്കി സെറ്റ് ചെയ്യുകയാണ്. സെറ്റ് ചെയ്തിട്ട് നമുക്ക് DB ക്ലോസ് ചെയ്യണം. അപ്പോൾ DB ക്ലോസ് ചെയ്യുന്നതിന് അതിൻ്റെ സ്ക്രൂ ഒക്കെ ഇച്ചിരി ദ്രവിച്ച് പോയിട്ടുണ്ടായിരുന്നു. അതിന് പകരം നമുക്ക് സ്ക്രൂ കിട്ടിയിട്ടില്ല. തൽക്കാലം അത് വെച്ച് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ പതുക്കെ ഇറങ്ങുകയാണ്. അവരോട് യാത്ര പറഞ്ഞിറങ്ങി വളരെ സന്തോഷത്തോടു കൂടി തന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് കുട്ടി ഇലക്ട്രീഷ്യൻ കണ്ടോ ജനലിനകത്ത് കിടന്ന് കളിക്കുന്നത്, നമ്മളെ കാണിക്കാനായിട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിട്ടിറങ്ങിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്തേക്കാം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകളുണ്ട്. ഇലക്ട്രിക്കൽ സ്നേഹിക്കുന്നവർക്കും വയർമാൻ എക്സാം കാത്തിരിക്കുന്നവർക്കും C+ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കാത്തിരിക്കുന്നവർക്കൊക്കെ വളരെ പ്രയോജനകരമായിരിക്കും. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളാണ്. 3 മാസത്തേക്ക് വെറും 1000 രൂപ മാത്രമാണ് ഫീസ് വരുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.